പരിശുദ്ധ ദൈവമാതാവിൻ്റെ ശ്രേഷ്ഠമായ വാങ്ങിപ്പ് പെരുന്നാളിന് ശേഷമുള്ള ആദ്യത്തെ ഞായറാഴ്ചയിലേക്ക് ഞാൻ നിങ്ങളും വന്നിരിക്കുമ്പോൾ ശിഷ്യൻ്റെ സ്ഥാനത്ത് നിന്ന് മാറി ഒരു ഉപഭോക്താവിൻ്റെ സ്ഥാനത്തേക്ക് മാറിയപ്പോൾ അവൻ്റെ പ്രാർത്ഥനയിലുണ്ടാകുന്ന ചില അപജയങ്ങളെ ക്രിസ്തു ഇവിടെ വെളിപ്പെടുത്തുകയാണ്. നാം വായിച്ചു കേട്ട വിശുദ്ധ ഏവെങ്കേലിയോൻ ഭാഗം വിശുദ്ധ മർക്കോസ് ഏവെങ്കേലിസ്റ്റിന് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 35 മുതൽ 45 വരെയുള്ള വാക്യങ്ങളാണ്. സബദി മക്കളായ യാക്കോബ് യോഹന്നാനും ദൈവസന്നിധിയിൽ ഒരപേക്ഷ സമർപ്പിക്കുകയാണ്. അവരുടെ പ്രാർത്ഥന ഏത് തരത്തിലുള്ളതായിരുന്നു എന്നുള്ള തിരിച്ചറിവ് അവർക്കില്ലായിരുന്നു എന്ന് ക്രിസ്തുവിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അങ്ങനെയെങ്കിൽ ക്രിസ്തു ശിഷ്യരായി ഈ ലോക ജീവിതത്തിൽ ജീവിക്കുന്ന നാം ഓരോരുത്തരും എപ്രകാരമായിരിക്കണം നമ്മുടെ പ്രാർത്ഥനകൾ എന്നുള്ളത് ഒന്ന് ചിന്തിക്കാം. എവിടെയാണ് പ്രാർത്ഥനകളുടെ ലക്ഷ്യം തെറ്റുമ്പോൾ, പ്രാർത്ഥനകളുടെ അർത്ഥം തിരിച്ചറിയാതെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നാം ആരായിത്തീരുന്നു എന്നുള്ള ബോധ്യം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കാരണം ആത്യന്തികമായി മനുഷ്യൻ ജീവിക്കുന്നതും മനുഷ്യൻ ചരിക്കുന്നതുമെല്ലാം പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹമായി നിത്യകനാൻ്റെ അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാനാണ്. ഇവിടെ സെബദി മക്കൾ ചോദിക്കുന്ന ചോദ്യം ഇത്രമാത്രമാണ്: നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ നിന്റെ ഇടത്തും നിന്റെ വലത്തും ഞങ്ങൾ രണ്ടുപേരും ഇരിക്കുവാൻ അരുളി ചെയ്യണമെന്നാണ്. ക്രിസ്തു അതിനു മുമ്പ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്: ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളോട് ചോദിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നൊരു ചോദ്യമാണത്. എൻ്റെ ജീവിതത്തിൽ എനിക്കെൻ്റെ ദൈവം എന്ത് ചെയ്തു തരണമെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഒരു നീണ്ട പട്ടിക തന്നെ സമർപ്പിക്കുവാൻ നാം ഓരോരുത്തരുടെയും കയ്യിൽ കാണും. കർത്താവിൽ സ്നേഹമുള്ളവരെ, ശിഷ്യൻ ഒരു ഉപഭോക്താവായി മാറരുത്. ശിഷ്യൻ ഉപഭോക്താവായി മാറുന്ന കാലഘട്ടത്തിലുണ്ടാകുന്ന അപജയം എന്താണെന്ന് ചോദിച്ചാൽ, സ്ഥാനം നോക്കി സ്നേഹവും സ്നേഹം നോക്കി ആദരവും നൽകുന്ന കാലഘട്ടമായി അത് രൂപാന്തരപ്പെടും. ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സ്ഥാനത്തിനനുസരിച്ചുള്ള ബഹുമാനമാണ് നമ്മൾ പലർക്കും നൽകുന്നത്. എങ്ങനെയാണ് ആ സ്ഥാനങ്ങൾ നേടിയെടുക്കുന്നതെന്ന് ചോദിച്ചാൽ സാഹചര്യങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് തന്നെയാണ്. ഇവിടെ കർത്താവായ യേശു തമ്പുരാൻ 3-ാം പ്രാവശ്യവും താൻ മരിക്കാൻ പോവുകയാണ് എന്ന് ശിഷ്യന്മാരോട് പറഞ്ഞപ്പോൾ, ക്രിസ്തു മരണത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ ശിഷ്യന്മാരുടെ മനസ്സിലുണ്ടായിരുന്നത് സ്ഥാനത്തെ പറ്റിയാണ്. എവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾ സാഹചര്യങ്ങൾ മനസ്സിലാക്കാതെയുള്ള പ്രാർത്ഥനകളായി മാറുന്നത്? ക്രിസ്തു തൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തിയത് കാൽവറിയിലാണ്. കാൽവറിയിലാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ ക്രിസ്ത്യാനി ക്രിസ്തുവിനെ കാണേണ്ടതും അനുധാവനം ചെയ്യേണ്ടതും. അതിൻ്റെ അപ്പുറത്തേക്ക് ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ എൻ്റെ കാര്യങ്ങൾ മാത്രം നടത്തിത്തരുന്ന ഒരു ഉപകാരദാതാവായി മാറുന്ന ആ സാഹചര്യത്തിൽ ക്രിസ്തു ചോദിക്കുകയാണ്: നിങ്ങൾ എന്ത് പ്രാർത്ഥിക്കുന്നു എന്ന്, നിങ്ങൾ എന്ത് യാചിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ല. കർത്താവിൽ സ്നേഹമുള്ളവരെ, കുരിശിനെ മറന്ന് കിരീടത്തെ മോഹിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിൽ ക്രിസ്തു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: എത്രത്തോളം നിനക്കൊന്ന് താഴുവാൻ സാധിക്കും? കുരിശിനെ മറന്ന് കിരീടത്തെ മോഹിക്കുന്ന ശിഷ്യൻ, അവൻ്റെ പ്രാർത്ഥനകൾ അവിടെ വ്യക്തികേന്ദ്രീകൃതമാകും. അവൻ്റെ പ്രാർത്ഥനകൾ അവന് വേണ്ടി മാത്രമുള്ളതായി മാറും. അവൻ്റെ പ്രാർത്ഥനകൾ മറ്റുള്ളവരെ മറക്കുന്ന പ്രാർത്ഥനകളായി മാറും. അവിടെയാണ് ക്രിസ്തു വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്: നിങ്ങൾ എന്ത് യാചിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ല. വിശുദ്ധ മർക്കോസ് ഏവെങ്കേലിസ്റ്റിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 51-ാമത്തെ വാക്യത്തിലും ക്രിസ്തു ഒരു മനുഷ്യനോട് ഇതേ ചോദ്യം തന്നെ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം ഇങ്ങനെയാണ്: ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നീ ഇച്ഛിക്കുന്നത്? അത് ചോദിച്ചത് മറ്റാരോടുമല്ല, കുരുടനായ ഭർത്തിമായിയോടായിരുന്നു. ആ കുരുടൻ പറഞ്ഞ ഉത്തരമാണ്: എനിക്ക് കാഴ്ച ലഭിക്കണം. കണ്ടിട്ടും കാണാതെ ഇരിക്കുന്ന ചില മനുഷ്യരുണ്ട്. കണ്ടിട്ടും തിരിച്ചറിയാത്ത ശിഷ്യ സമൂഹമുണ്ട്. അവരുടെ എല്ലാം നടുവിൽ ശിഷ്യനോട് ചോദിച്ച അതേ ചോദ്യം ഒരു അന്ധനോട് ചോദിച്ചപ്പോൾ അവൻ പറയുകയാണ്: എനിക്ക് കാഴ്ച ലഭിക്കണം. കർത്താവിൽ സ്നേഹമുള്ളവരെ, ചില കാഴ്ചകളിലേക്ക് നമ്മുടെ ജീവിതവും നമ്മുടെ പ്രാർത്ഥനകളും വളരണം.
നമ്മുടെ കാഴ്ചകൾ എപ്രകാരമായി തീരുന്നുവോ അപ്രകാരമായിരിക്കും നമ്മുടെ തിരിച്ചറിവുകളുടെ ആഴം. 3 വർഷക്കാലം തൻ്റെ ഗുരുവിനോടുകൂടെ നടന്ന ശിഷ്യൻ അവൻ ആരെന്നുള്ള നിലയിൽ അവനെ കണ്ടില്ല. എന്നാൽ തൻ്റെ കണ്ണിന് കാഴ്ച ലഭിച്ച ബർത്തിമായെ പറ്റി വിശുദ്ധ വേദപുസ്തകം എഴുതിയത് ഇങ്ങനെയാണ്: അവൻ്റെ കണ്ണ് തുറന്നു, അവനെ അനുഗമിച്ചു. യഥാർത്ഥ കാഴ്ചകൾ യഥാർത്ഥ ശിഷ്യനായി തീരുവാൻ എനിക്ക് നിങ്ങൾക്കും കൃപ നൽകും. മഹത്വം ആഗ്രഹിക്കുന്നത് ഒരിക്കലും തെറ്റല്ല. എന്നാൽ എവിടെയാണ് ആ മഹത്വം ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ഈ ലോകത്തെ രൂപാന്തരപ്പെടുത്തേണ്ടത് എന്ന് ചോദിച്ചാൽ, എൻ്റെ മഹത്വം എൻ്റെ സഹോദരൻ്റെ മഹത്വീകരണത്തിനും കൂടെ കാരണമാകുന്നുണ്ടോ എന്നോർക്കണം. ക്രിസ്തു അതുകൊണ്ടാണ് പറഞ്ഞത്, ജാതികളിൽ കർത്തവ്യം നടത്തുന്നവർ അവർക്ക് യജമാനന്മാരാണ്. എന്നാൽ നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങൾ വലിയവനാകുവാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവർക്കും ദാസനായിരിക്കണം. കർത്താവിൽ സ്നേഹമുള്ളവരെ, മഹത്വം കൂടുമ്പോഴും മാനം കൂടുമ്പോഴും സഹോദരങ്ങളെ മറക്കുന്ന ജീവിത സാഹചര്യത്തിലാണ് ഞാനും നിങ്ങൾ ജീവിക്കുന്നത്. ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് കുതിച്ചു പായുവാൻ ഓർമ്മിപ്പിക്കുകയും പഠിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ലോകത്തിൽ ക്രിസ്തുമൊഴി നമുക്കൊരു വെല്ലുവിളിയാണ്. ഉയരുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിന്റെ സഹോദരനെയും കാണേണ്ട ഉത്തരവാദിത്വം നിനക്കുണ്ട്. അതുകൊണ്ടാണ് ദാസന്റെ ചിത്രം എപ്പോഴും ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചു കൊണ്ടിരുന്നത്. പഴയ നിയമത്തിലും കഷ്ടപ്പെടുന്ന ദാസനായി ക്രിസ്തുവിനെ അവിടെ കാണിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എപ്രകാരമാണ് നമ്മുടെ മഹത്വത്തിൻ്റെ അന്വേഷണം ഉണ്ടാകേണ്ടത് എന്ന ചോദ്യത്തിന് ക്രിസ്തുവിൻ്റെ ഉത്തരമാണ് ഏറ്റവും നല്ല ഉത്തരം. അവൻ മഹത്വം മുറുകെ പിടിക്കാതെ ദാസവേഷം പൂണ്ട് കുരിശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കട്ടെ. സ്വയം ഉയരുന്നവനല്ല ശിഷ്യൻ, മറിച്ച് സഹോദരനെയും ഉയർത്തുന്നവനാണ് യഥാർത്ഥ ശിഷ്യൻ. ബർത്തിമായിയോട് ചോദിച്ച ചോദ്യം, ആ ശിഷ്യന്മാരോട് ചോദിച്ച ചോദ്യം ഇന്നും ഈ ആരാധനയിൽ നമ്മളോട് ദൈവം ചോദിക്കുന്നുണ്ട്. ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? തിരിച്ചറിവില്ലാത്ത യാചനകൾ കൊണ്ടല്ല, മറിച്ച് എൻ്റെ ദൈവം എനിക്കാരാണ് എന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ട് അവനോട് ഒരു കാര്യം മാത്രം നമുക്ക് ചോദിക്കാം: ചില കാഴ്ചകളെ എനിക്ക് തുറന്നു തരണമേ, ചില തിരിച്ചറിവുകളെ എനിക്ക് നൽകണമേ. അങ്ങനെ നിൻ്റെ യഥാർത്ഥ ശിഷ്യനായി ജീവിക്കുവാൻ എനിക്ക് കൃപ നൽകണമേ. അപ്രകാരം യഥാർത്ഥ ശിഷ്യനായി ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഒരു വാക്ക് നന്ദി കൂടെ പറയുവാനാണ് ഇത്തരത്തിൽ ഇവിടെ നിൽക്കുന്നത്. കുറച്ചാഴ്ചകളായി പഴയ സെമിനാരിയിൽ നിന്ന് സൺഡേ മിഷൻ്റെ ഭാഗമായിട്ടാണ് ബലഹീനനായ എനിക്ക് ഈ ദേവാലയത്തിൽ കടന്നു വരുവാനും ഈ ദേവാലയത്തിൽ നിങ്ങളോടൊരുമിച്ച് ആരാധനയിൽ പങ്കെടുക്കുവാനുമുള്ള അവസരം ലഭിച്ചു വന്നിരുന്നത്. എന്നാൽ അത് ഈ ആഴ്ചയോടുകൂടെ അവസാനിക്കുകയാണ്. ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഇതിനെ കണക്കാക്കുകയാണ്. കാരണം പരിശുദ്ധിയുടെ പരിമളമുള്ള ഈ മണ്ണിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കുവാനും നിങ്ങളോടൊത്ത് ഈ സ്വർഗീയമായ ആരാധനയിൽ പങ്കെടുക്കുവാനും ലഭിച്ച അവസരം അമൂല്യവും അതുല്യവുമാണ്. അതിനെനിക്ക് കൃപ നൽകിയ ദൈവത്തോട് 1000 നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ വേണ്ടുന്ന എല്ലാ സഹായങ്ങളും അനുമതികളും തന്ന പരിമല സെമിനാരിയുടെ മാനേജർ ബഹുമാനപ്പെട്ട എൽദോസ് ഇലിയാസ് അച്ഛൻ, അതുപോലെ തന്നെ ജെറിനച്ഛൻ, മാത്തുക്കുട്ടി അച്ഛൻ, ഈ വൈദിക ശ്രേഷ്ഠരോടുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. അതുപോലെ തന്നെ മദ്ബഹായിലെ സഹോദര ശുശ്രൂഷകരായിരുന്ന മാത്യു, അതുപോലെ ഹെബിൻ, 2 സഹോദരങ്ങളോടുമുള്ള സ്നേഹവും അറിയിക്കുന്നു. ഇതോടൊപ്പം തന്നെ ഏതൊരു കാര്യം കണ്ടാലും സ്നേഹത്തോടെ ചേർത്ത് നിർത്തി ഉപദേശിച്ച ബഹുമാനപ്പെട്ട അലക്സാണ്ടർ എബ്രഹാം അച്ഛൻ, ഇത് കഴിഞ്ഞ് കാപ്പി കുടിക്കാൻ ചെല്ലുമ്പം ഏതൊരു കാര്യം കണ്ടാലും അതിനെ വ്യക്തമായ രീതിയിൽ വിവരിച്ചു തരുന്ന അച്ഛൻ്റെ സ്നേഹവും കരുതലും ഒരുപാട് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ എന്നെ ഇവിടെ നയിച്ച എല്ലാവരോടുമുള്ള നന്ദി സ്നേഹവും